ശാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും യൂത്ത് ഗൈഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രശ്നങ്ങളില്ലാത്ത വ്യക്തികളില്ല, പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങളുമില്ല. ഏതൊരു പ്രശ്നത്തിനും ദൈവികമായ ഇടപെടലുകളിലൂടെ ശാശ്വതമായ പരിഹാരം ലഭിക്കുന്നു. അതിന് ഉത്തമ ഉദാഹരണമാണ് യൂത്ത് ഗൈഡിലേക്ക് വരുന്ന നിരവധി കത്തുകൾ. ഈ കത്തുകൾക്ക് മറുപടി നൽകുന്നതിനായി പ്രശസ്ത വാഗ്മിയും കൗൺസിലറുമായ ശ്രീമതി ഗ്രേസ് ലാൽ നമ്മോടൊപ്പമുണ്ട്. മാഡം, സ്വാഗതം. യുവജനങ്ങളുടെ പ്രതിനിധിയായി ജീസസ് യൂത്ത് പ്രൊഫഷണൽ മിനിസ്ട്രീസിൻ്റെ കോർഡിനേറ്ററും IT മാനേജറുമായ ശ്രീ നവീൻ ജോസഫ് നമ്മോടൊപ്പമുണ്ട്. നവീൻ, സ്വാഗതം. മാഡം, നമുക്ക് കത്തുകളിലേക്ക് തന്നെ നേരിട്ട് കടക്കാം. ധാരാളം കത്തുകൾ വരുന്നുണ്ട്. മാക്സിമം കത്തുകൾക്ക് മറുപടി നൽകാനും നമുക്ക് ഈ പ്രോഗ്രാമിൽ ശ്രമിക്കാം. എൻ്റെ പേര് ധന്യ. ശാലോം ടി വിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ് ഞാൻ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ചയായി. എനിക്ക് 32 വയസ്സ്, ഭർത്താവിന് 36 വയസ്സ്. 6 മാസമായി ഞങ്ങൾക്ക് സംസാരിക്കുവാനും പരിചയപ്പെടുവാനും അവസരമുണ്ടായിരുന്നു. കേരളത്തിന് വെളിയിൽ പഠിച്ചു വളർന്ന എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. അയാളുടെ വീട്ടുകാരും എന്നോട് ഇഷ്ടത്തിലായിരുന്നു. ആ വീട്ടിൽ പല പ്രാവശ്യം എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. കല്യാണം കഴിക്കുമെന്ന ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട് അയാളുടെ ഇഷ്ടങ്ങൾക്കെല്ലാം ഞാൻ 1-2 പ്രാവശ്യം വഴങ്ങിയിട്ടുണ്ട്. എന്നാൽ പെട്ടെന്നൊരു ദിവസം അയാൾ അപ്രത്യക്ഷനായി. ഫോൺ നമ്പർ പോലും മാറ്റി. 4 വർഷമായി ഒരു വിവരവുമില്ല. ഞാൻ ആകെ തളർന്നു. പക്ഷേ പഠിച്ചിറങ്ങിയ എനിക്ക് നല്ലൊരു ജോലി കിട്ടി. ഞാൻ പല ധ്യാനങ്ങൾ കൂടി കുമ്പസാരിച്ചു. ആ വിഷയം മറന്നു കഴിഞ്ഞു. എന്നാൽ എൻ്റെ ഭർത്താവ് കുത്തി ചോദിച്ചപ്പോൾ പേടിച്ച് ഞാൻ എല്ലാം പറഞ്ഞു. അയാൾ എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ടു. എൻ്റെ വീട്ടുകാർക്ക് കാര്യം അറിയില്ല. ഞാൻ എന്ത് ചെയ്യും? ഈ കാലഘട്ടത്തിൽ ധാരാളം യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ കത്തിലൂടെ ആ കുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. അതെ. ഇതിനകത്തുള്ള 2 കാരണങ്ങളുണ്ട്. ഒന്ന്, പഠിക്കാനായി നാടും വീടും വിട്ട് പുറത്തുപോയി. അപ്പോൾ പുറത്തുപോയി ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ സൗഹൃദങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ പുള്ളി ഒരാളുമായിട്ട് പരിചയപ്പെടുന്നു. ആ പരിചയപ്പെടുന്നയാള് അവരുടെ വീട്ടുകാരുമായിട്ട് പോലും അവളെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ആ വീട്ടിലെ ഒരു സ്ഥിര സന്ദർശകയായിട്ട് അവൾ മാറുന്നുണ്ടെന്ന്. സ്ഥിര സന്ദർശകയായി മാറിക്കഴിഞ്ഞപ്പോൾ അവൻ അവളെ പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്തു. പക്ഷെ പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൻ അപ്രത്യക്ഷനാവുന്നു. അവള് ധ്യാനമൊക്കെ കൂടി അവളുടെ മനസ്സിൻ്റെ പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറ്റി അവൾ നോർമൽ ലൈഫിലേക്ക് വന്നു. ജോലിയായി. അവൾക്ക് രണ്ടാമത് വീണ്ടും കല്യാണം ആലോചിക്കുന്നു, കല്യാണം നടത്തുന്നു. അപ്പം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചതിവിൻ്റെ വേദനയും ഒരു പുരുഷൻ്റെ കയ്യിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന വേദനകളും അപമാനങ്ങളും എല്ലാം അവൾ മറക്കാനും എല്ലാം തയ്യാറായി ഒരു നോർമൽ ലൈഫിലേക്ക് വന്നതാണ്. ആ സമയത്ത് വീട്ടുകാർ വേറെ കല്യാണം ആലോചിക്കുന്നു. ആ കല്യാണ സമയത്ത് ഇവർക്ക് സംസാരിക്കാനായിട്ട് ഒരു 5-6 മാസം കിട്ടുന്നുണ്ട്. ഈ 5-6 മാസം കിട്ടുന്ന സമയത്ത് അവരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അതിനകത്തില്ല, എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അത് കഴിഞ്ഞ് അവർ കല്യാണം കഴിച്ച് അവനും ആ സമയത്ത് അവരെല്ലാം പറഞ്ഞിട്ടില്ല. കാരണം വിവാഹത്തിന് ശേഷമാണ് അയാൾ കുത്തി ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഈ കല്യാണം കഴിച്ച് അവനും ഇവളെ യൂസ് ചെയ്തു. അപ്പോൾ 2 ആഴ്ച അവൻ്റെ കൂടെ താമസിച്ച് കഴിഞ്ഞ് പാസ്റ്റ് ലൈഫ് ചോദിച്ച് ആവശ്യമില്ലാത്തതെല്ലാം അവളെ കൊണ്ട് പറയിപ്പിച്ച് അവൻ വേണ്ടാന്ന് വെച്ച് വീട്ടിൽ കൊണ്ടാക്കുന്നു. ഇതൊരു ആൺകുട്ടികൾക്കൊക്കെ ഒരു വലിയ താക്കീത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 2 തരത്തിലാണ് ഞാൻ ആ കേസിനെ കാണുന്നത്. ഒന്ന്, വിവാഹ ജീവിതത്തിൻ്റെ പ്രത്യേകത ആരംഭിക്കുന്ന അല്ലെ വിവാഹ ജീവിതത്തിൻ്റെ ആ വിശ്വസ്തതയോ അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രാക്റ്റ് നമ്മൾ സൈൻ ചെയ്യുന്ന നിമിഷം മുതലാണ് ഇവർ ഭാര്യയും ഭർത്താവുമായി മാറിയിരിക്കുന്നത്. അതായത് നിയമപരമായി ആൾക്കാരുടെ മുന്നിൽ വെച്ച് നാട്ടുകാരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ, സഭയുടെ അധികാരികളുടെ മുൻപിൽ ആ കൂദാശ സ്വീകരിച്ചു. അവരുടെ സ്വീകരിക്കുന്ന നിമിഷം മുതൽ അവൾ അവൻ്റെ ഭാര്യയാണ്, അവളുടെ ഭർത്താവാണ് അവന്. ആ നിമിഷം മുതൽ മാത്രമേ അവന് അവളുടെ മേലെ അവകാശമുള്ളൂ, അധികാരമുള്ളൂ. കാരണം ഒരു കല്യാണം ഇവിടെ മുൻകാല പ്രാബല്യത്തോടെ അല്ല നടക്കുന്നത്. നേരത്തെ അവൾ എങ്ങനെയായിരുന്നു, ആരായിരുന്നു, എന്തായിരുന്നു എന്നുള്ളത് അന്വേഷിക്കാൻ നേരം ഉണ്ടായിരുന്നു. 6 മാസം ഉണ്ടായിരുന്നു. ആ 6 മാസം അന്വേഷിച്ചിട്ട് വേണമെങ്കിൽ വേണമെന്ന് വെക്കാം, വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കാം. ഇവിടെ അവൻ അത് ചെയ്യുന്നില്ല. അവൻ അവളെ വിവാഹം ചെയ്തതിന് ശേഷം അവനെന്തോ ഒരു ചെറിയ പ്രശ്നമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ലേറ്റ് മാരേജാണ് 2 പേരുടെ.
അതൊരു പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ട് 36 വയസ്സ് വരെ ഇവൻ കല്യാണം കഴിക്കാതെ നിന്നു. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട്. അവന് ഒരു പക്ഷേ പാസ്റ്റ് ലൈഫ് മോശമായിരുന്നോ എന്ന് എനിക്കൊരു സംശയം വരുന്നുണ്ട്. പാസ്റ്റ് ലൈഫിൽ വല്ല പ്രണയങ്ങളും ഉണ്ടായിരുന്നോ, അത് പരാജയപ്പെട്ടതാണോ, അല്ലെ അവൻ്റെ കയ്യിലും എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കണം ഈ കുത്തി കുത്തി ചോദിക്കുന്നത്. ഈ കുറ്റബോധം ഉള്ളിലുണ്ടായിരിക്കും അവനും. അപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ പേടിക്കുകയാണ്, ഭയപ്പെടുകയാണ്. കാരണം ആരോടെങ്കിലും ഇവൻ അന്വേഷിച്ച് പിടിച്ചതാണോ. പിന്നെ എനിക്ക് തോന്നുന്നു അതൊരു ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടിയാണ്. അവൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് ജീവിക്കാം, അവൻ എന്നെ സ്വീകരിക്കും, അങ്ങനെ അവൾ വിചാരിച്ചു. അപ്പം അതിനകത്ത് ആ കുട്ടിയോട് ഞാൻ പറയുന്നത് യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല. വീട്ടിൽ കൊണ്ടാക്കി എന്നുള്ളത് ഇപ്പം അവന് പെട്ടെന്നുണ്ടായ ഒരു മനസ്സിന്റെ വിഷമം. കാരണം വെർജിനായ ഒരു പെണ്ണിനെ വേണമെന്ന് അവൻ സ്വപ്നം കണ്ടു, ആഗ്രഹിച്ചു. വെർജിൻ അല്ല എന്ന് അറിഞ്ഞപ്പോഴുണ്ടായ അവൻ്റെ ഒരു മനസ്സിന്റെ അവസ്ഥയാകാം. ഇവർ രണ്ടുപേരും കൂടെ തുറന്നൊരു നല്ല കൗൺസിലിങ്ങിന് ആരുടെയെങ്കിലും എടുത്ത് ഒരു നല്ല പ്രൊഫഷണൽ കൗൺസിലറുടെ അടുത്ത് പോവുക, ഇവരുടെ പ്രശ്നങ്ങൾ പറയുക. അപ്പം അവൻ്റെ മനസ്സിൽ ഇതിങ്ങനെ കിടന്നുകൊണ്ട് ഇവർ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവനൊരു സംശയരോഗിയായി മാറാം. കാരണം അവന് ഒരു പാരനോയിഡ് വ്യക്തിത്വം ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് അവനെ അനലൈസ് ചെയ്താലേ നമുക്കറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ധന്യയോട് പറയുന്നത്, ധന്യ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. കാരണം തമ്പുരാൻ്റെ മുന്നിൽ അവൾ പാപം ഏറ്റു പറഞ്ഞ് അവള് വളരെ വിശുദ്ധമായ ഒരു മനസ്സോടെയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അവള് മനഃപൂർവ്വം ആരെയും ചതിച്ചിട്ടില്ല. അവള് പല ആണുങ്ങളുടെ കൂടെ പോയിട്ടില്ല. അവൾ ഒരാളെ ഇഷ്ടപ്പെട്ട ആള് അയാളുടെ വീട്ടിലാണ് കൊണ്ടുപോയത്. അല്ലാതെ ഒരു ഹോട്ടലിൽ പോയില്ല. അവള് ആവശ്യമില്ലാതെ കറങ്ങാൻ പോയില്ല. അയാളുടെ വീട്ടിൽ അമ്മയും അപ്പനും ഒക്കെ ഉള്ള വീട്ടിലാണ് പോയത്. പക്ഷെ ഇയാൾ എന്തുകൊണ്ട് അപ്രത്യക്ഷനായി എന്നുള്ളത് നമുക്കറിയില്ല. ഈ കത്തിലെ പുരുഷന്റെ നിലപാടിനെ കുറിച്ച് നവീൻ എന്താണ് പറയാനുള്ളത്? ആദ്യത്തെ പുരുഷൻ്റെ ഒരു നിലപാട് പൊതുവേ കാണുന്ന പുരുഷന്മാരിൽ പല കേസുകളിലും കേട്ടിട്ടുള്ള ഒരു സംഭവമാണിത്. പെൺകുട്ടിയായിട്ടുള്ള ഒരു അടുപ്പം വന്നതിന് ശേഷം ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുകയും അത് കഴിയുമ്പോൾ അതേ പുരുഷന് തന്നെ ഇവളെ എന്നോട് സമ്മതിച്ചെങ്കിൽ ചിലപ്പോൾ അങ്ങനെ സമ്മതിക്കുന്ന ഒരു മനസ്സായിരിക്കും അവൾക്കുള്ളത്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എന്ന് വിചാരിച്ച് യൂസ് ചെയ്ത ആൾ തന്നെ അയാളെ ഉപേക്ഷിക്കുന്ന അങ്ങനത്തെ ഒരു പല നിലപാടുകളും ഒരുപാട് കേട്ടിട്ടുണ്ട്. ചില സംഭവങ്ങൾ നേരിട്ട് തന്നെ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു മനസ്സ്, അതായത് അവർ തന്നെ യൂസ് ചെയ്തിട്ട് അതിന് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ എന്നോട് വഴങ്ങിയെങ്കിൽ അടുത്തയാളോടും ഇങ്ങനെ ചെയ്യും, അതുകൊണ്ട് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച് പോകുന്ന ഒരു മനസ്സ് പൊതുവെ പുരുഷന്മാരിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. ജനറലായിട്ട് പറയുന്നതല്ലെങ്കിലും അങ്ങനത്തെ കേസുകൾ ധാരാളം കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ വ്യക്തിയുടെ എക്സ്പെക്റ്റേഷൻസ് ഈ ലേറ്റ് മാരേജ്, മാഡം പറഞ്ഞ പോലെ ലേറ്റ് മാരേജ് ആയിട്ട് പോലും കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് മനസ്സ് കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. പൊതുവേ കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് വരേണ്ട ഒരു സമയമൊക്കെ ആയതാണ് വിവാഹബന്ധത്തിന് വേണ്ടിയിട്ട്. ഒരു കോംപ്രമൈസ് ഒന്നും അല്ലെങ്കിൽ പോലും വേണ്ടതെങ്കിൽ പോലും ഒരു ധാരണയെങ്കിലും അവരെത്താനായിട്ടുള്ള ഒരു മനസ്സ് സാധാരണ കാണേണ്ടതാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് കുറച്ചുകൂടെയും കൗൺസിലിങ്ങിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പുരുഷന്മാർക്ക് കുറച്ചുകൂടെ തുറന്ന മനസ്സോടെ കൂടി, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സ്റ്റേജിൽ എത്തിയിട്ട് നടന്നൊരു കല്യാണമായതുകൊണ്ട് 6 മാസത്തെ സമയവും പരിചയപ്പെടാനുള്ള സമയവും അത് കഴിഞ്ഞിട്ട് നടന്ന വിവാഹവുമൊക്കെ, പ്രത്യേകിച്ചും ആ പെൺകുട്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞൊരു കുറ്റം കൂടെ ഒരു പാപമോചനം നേടുന്ന ഒരു ഗ്രേസിലേക്ക് വന്ന ഒരാളും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പ്രയർഫുൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ സ്വീകരിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പുരുഷനാണെങ്കിൽ അത് സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. കൂടുതലും ഈ പുരുഷന്റെ ഭാഗത്തു നിന്നാണ് ഭാര്യയുടെ പാസ്റ്റ് അറിയാനുള്ള ഒരു ത്വര കാണാറുള്ളത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? മാൻ ഈസ് മെയ്ഡ് ലൈക്ക് ദാറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. പല ആളുകളും അങ്ങനെ ഈ ചെറിയൊരു അഫെയർ ഉണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് ജീവിത പങ്കാളിയിലുള്ള ഒരു ഞാൻ പറഞ്ഞ തന്നെ ഒരു കേസ് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി ഒരു വിർജിൻ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഉള്ള പുരുഷന്മാരാണ് കൂടുതലും ഉള്ളതെന്ന് തോന്നുന്നത്. പുള്ളി എങ്ങനെ ജീവിച്ചാലും കിട്ടുന്ന ജീവിത പങ്കാളി വിർജിനാണെന്ന് ആഗ്രഹമുള്ള പുരുഷന്മാരുടെ താല്പര്യം കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫ്രണ്ട് സർക്കിളിലൊക്കെ സംസാരിക്കുമ്പോഴാണെങ്കിലും ഞാൻ ഈശോ അറിയുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഇങ്ങനത്തെ ഡിസ്കഷൻസ് സാധാരണ ധാരാളമായിരുന്നു. അപ്പോൾ അന്നേരം ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻസ് എനിക്ക് കിട്ടുന്ന ആൾ പ്യുവർ ആയിരിക്കണം, പക്ഷേ ഞാൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അവരെ ഇപ്പം ശരീരം കൊണ്ട് തന്നെ പാപം ചെയ്തില്ലെങ്കിൽ മനസ്സുകൊണ്ടാണെങ്കിലും ചിന്തകൾ കൊണ്ടാണെങ്കിലും നോട്ടം കൊണ്ടാണെങ്കിലും ഒക്കെ എല്ലാവിധ തോന്നിവാസങ്ങളും ചെയ്യുന്ന ആളുകൾ പോലും കല്യാണം കഴിക്കുമ്പോൾ കൊണ്ടുവരാൻ കിട്ടുന്ന ആൾ പ്യുവർ ആണോ വെർജിൻ ആണോ എന്ന് തന്നെയാണ് പൊതുവെ ഞാൻ കണ്ടിട്ടുള്ള ഒരു രീതി. ഈ വെർജിനിറ്റി എന്ന് പറയുന്നത് സ്ത്രീക്ക് മാത്രമായിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനമാണെന്നാണ് പലരും കരുതുക. പൊതുവെ ഒരു ധാരണ അതാ. പക്ഷേ ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ ആൺകുട്ടികളുടെ ഇടയിൽ ഒത്തിരി സൗഹൃദങ്ങൾ അവരുണ്ടാക്കുന്നുണ്ട്, പെൺകുട്ടികളെ കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ കല്യാണം കഴിക്കുമ്പോൾ ഇതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അവർക്ക് വേണ്ടത് വെർജിൻ ആയിരിക്കണം. അപ്പോൾ ആ ഒരു ചിന്താഗതി ആൺകുട്ടികൾ മാറ്റേണ്ടതാണ്. കാരണം
അങ്ങനെ വെർജിനായിട്ടൊരു പെണ്ണിനെ ആണ് അവൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവനും ആ വെർജിനാണോ എന്നുള്ളത്, അവൻ എന്തെങ്കിലും തെറ്റി അവന്, കാരണം ഇപ്പോഴത്തെ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം വേണ്ടാതിനങ്ങൾ അവർ കാണുന്നു, എന്തെല്ലാം വേണ്ടാതിനങ്ങൾ കാണിക്കുന്നു. നമ്മൾ വേറൊരാളുടെ കൂടെ പോകുന്നത് മാത്രമല്ലല്ലോ വ്യഭിചാരം എന്ന് പറയുന്നത്. മോശമായ വികാരത്തോടെ ഒരാൾ നോക്കുന്നത് പോലും വ്യഭിചാരമാണ്. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 28-ാം വാക്യമാണത്. മോശമായ വികാരത്തോടെ വേറൊരു സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി ഉള്ളിൽ വ്യഭിചാരം ചെയ്തു കഴിയുന്നു. അപ്പോൾ ഈ വെർജിനിറ്റി എന്ന് പറയുന്ന അവള് മനഃപൂർവ്വം അവൾ പോയിട്ടില്ല, അവൾ പണത്തിന് വേണ്ടി പോയില്ല, അവൾ വേറൊരു കാര്യത്തിന് വേണ്ടി പോയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ കുറച്ചും കൂടി ഒരു കരുണയോടെ, മനുഷ്യനിൽ കരുണ എന്ന് പറഞ്ഞൊരു വികാരം ഉണ്ടാവണമല്ലോ. ഞാൻ അവളുടെ ആ ഭർത്താവിനോട് പറയാൻ ആഗ്രഹിക്കുന്ന അതാണ്, കുറച്ചുകൂടി കരുണ കാണിക്കുക കുട്ടിയോട്. കാരണം അവളുടേതല്ലാത്ത കാരണങ്ങളാൽ അവൾ ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ ഇനി വേറൊരു പുരുഷനും അവളെ ഒന്ന് യൂസ് ചെയ്തിട്ട് അവളെ ഉപേക്ഷിക്കുക. വീണ്ടും ആ കുട്ടിയുടെ സ്ഥിതി എന്താകും? പത്തറ്റിക്കായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ആ കുട്ടി ഫേസ് ചെയ്യുന്നത്. ശരിക്കും അവളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ പറയുന്നത് വെയിറ്റ് ആൻഡ് സീ, കാലത്തിന് വിടുക, സമയത്തിന് വിടുക, അവൻ്റെ മനസ്സൊന്ന് ശാന്തമാകാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ വീട്ടുകാർക്ക് ഒന്നും അറിഞ്ഞുകൂടാ, വീട്ടിൽ കൊണ്ട് വിട്ടത്, വീട്ടിൽ കൊണ്ട് വിട്ടത് എന്തിനാണ് എന്നിപ്പോൾ വീട്ടുകാർ ചോദിക്കുമ്പോൾ അവൾക്ക് അവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, അവരോട് തുറന്നു പറയാൻ പറ്റുന്നില്ല. അതൊരു വല്ലാത്ത സിറ്റുവേഷനാണ്. അവനും ഒരുപക്ഷെ അവൻ്റെ വീട്ടിലും പറഞ്ഞിട്ടുണ്ടാവില്ല, നമുക്കറിയാൻ പാടില്ല. എന്നാൽ പോലും ഇപ്പം ഞാൻ അവളോട് തന്നെയോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെ, വെയിറ്റ് ചെയ്യുക. നമുക്കൊരു നല്ല കൗൺസിലിങ്ങിന് ഒരു നല്ല കൗൺസിലറെയോ നല്ലൊരു ധ്യാന ഗുരുവിനെയോ രണ്ടുപേരും കൂടെ ഒരു ധ്യാനത്തിന് പോകാൻ പറ്റുമെങ്കിൽ നല്ലൊരു ധ്യാനത്തിന് പോവുക, അവരുടെ തമ്പുരാൻ്റെ മുന്നിൽ. കാരണം പാപികളെ തേടി വന്നവനാണ് നമ്മുടെ തമ്പുരാൻ. ഏത് പാവവും ക്ഷമിക്കാൻ തീർച്ചയായിട്ടും അവനൊരു മനസ്സുണ്ടാവണം. അല്ലാതെ അവൾ കല്യാണത്തിന് ശേഷം ആ സൗഹൃദം വീണ്ടും തുടരുന്നുണ്ടെങ്കിലാണ് അവൻ പ്രശ്നമാക്കേണ്ടത്. ഇപ്പം അവനെ സംബന്ധിച്ചാൽ അവൻ ചിലപ്പോൾ ചിന്തിക്കുന്ന അങ്ങനെയായിരിക്കും, ഇവൾ ഇനി എന്നെ വഞ്ചിക്കുകയില്ലെന്ന് എന്താ ഉറപ്പ്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തവർക്ക് വീണ്ടും തെറ്റ് ചെയ്യാം, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. കാരണം ഒരിക്കലും ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് കരുതി ജീവിതത്തിൽ പിന്നെയും തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കില്ല മനുഷ്യൻ. കാരണം ഈ കത്തിൽ നിന്ന് പെൺകുട്ടികൾക്കും നല്ലൊരു പാഠം കിട്ടുന്നില്ലേ? തീർച്ചയായിട്ടും. ഞാൻ ആ കുട്ടിയോട് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ പ്രീ മാരേജ് കോഴ്സിലാണെങ്കിൽ എല്ലാ ചെറുപ്പക്കാർക്കും ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, പാസ്റ്റ് ലൈഫ് ചോദിക്കരുത്, യാതൊരു കാരണവശാലും അത് പറയരുത്. ഇനി അഥവാ ഒരാൾ പറയാൻ വന്നാൽ അത് കേൾക്കാൻ താല്പര്യം കാണിക്കരുത്. ഇത് മൂന്നും ഞാൻ ചെറുപ്പക്കാർക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഉപദേശമാണ്. കാരണം നമ്മളെല്ലാവരും ആരും ആഗ്രഹിക്കുന്നില്ല ഉച്ചിഷ്ടം ഭക്ഷിക്കാൻ, അതാർക്കും ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ അത് പറയുന്ന കാര്യമില്ല. ഇപ്പം ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ ചോദിച്ചപ്പോൾ ഇല്ല, കാരണം അവൾക്ക് ധൈര്യമായിട്ട് പറയാം, ഒരിക്കലും അവൾ പാപമോചനം നേടിയവളാണ്, പിന്നെ അത് അവൻ്റെ അടുത്ത് കുമ്പസാരിക്കേണ്ട കാര്യമില്ല അവൾക്ക്. അത് എല്ലാ പെൺകുട്ടികളും അറിഞ്ഞിരിക്കുക. പാസ്റ്റ് ലൈഫിൽ അങ്ങനെ ഒരു തെറ്റ് പറ്റി, അത് നമ്മൾ ധ്യാനം കൂടി കുമ്പസാരിച്ചു, പാപമോചനം നേടി. പാപമോചനം നേടിയ ഒരു പാപം വീണ്ടും ഒരു കുമ്പസാരത്തിൽ പോലും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട. അതാണ് സഭയുടെ പഠനം, അതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ പിന്നെ അവൾ ഇവൻ്റെ അടുത്ത് പറയാൻ പാടില്ലായിരുന്നു, പക്ഷെ അവൻ ഭീഷണിപ്പെടുത്തി അല്ലെ കുത്തി ചോദിച്ചു. അപ്പോൾ ആ കുട്ടി ഒരു ഇന്നസെൻ്റ് ആയതുകൊണ്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ അവന് പറയാൻ പറ്റേണ്ട ഒരു കാര്യം ഇതാണ്, പോട്ടമോളെ, നിൻ്റെ കുറ്റമല്ല, പക്ഷെ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ തൊട്ടേ ഉള്ളൂ, നീ എൻ്റെ ഭാര്യ. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ചെറുപ്പക്കാർക്ക് ഉണ്ടാവണം. കാരണം സംശയങ്ങളുടെ പേരിൽ ഇതൊരു സംശയ രോഗമായിട്ട് മാറും. ചിലപ്പോൾ കൂടിയ തോതിലാണെങ്കിൽ അത് മെഡിസിൻ എടുക്കേണ്ടി വരും. പിന്നെ ജീവിത അവസാനം വരെ ചിലപ്പോൾ ഇത് കുത്തി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ രണ്ടുപേരും കൂടെ ഒരു ധ്യാനമൊക്കെ കൂടി നല്ല ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്നാൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല ജീവിതം സാധിക്കും. ഇത് പേരൻസ് അറിയുന്നില്ല, അതുകൊണ്ട് അവരുടെ പേരൻസിന് തീർച്ചയായിട്ടും പിള്ളേർ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ അവർ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും വിചാരിക്കേണ്ട കാര്യം, ഇവർ കാരണം ഒത്തിരി പേര് വേദനിക്കുന്നു. പ്രത്യേകിച്ച് ആ പയ്യൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അവൻ്റെ ഫാമിലി, അവളുടെ ഫാമിലി നിരപരാധികളായി ഒത്തിരി പേര് വേദനിക്കുന്നുണ്ട്. അതിനൊരവസരം ഉണ്ടാക്കി കൊടുക്കാതെ ആ ക്ഷമിക്കാനുള്ള മനസ്സ്, ക്ഷമിക്കുന്ന സ്നേഹം, അതാണ് നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത്. ആ ഒരു സ്നേഹത്തിലേക്ക് കടന്നു വരാൻ അവനൊരു നല്ല മനസ്സുണ്ടാവണം. അതിന് ഒരുമിച്ചൊരു കൗൺസിലിങ്ങിന് അവർക്ക് ആരോടെങ്കിലും തുറന്നു പറഞ്ഞിട്ട് അവരൊരുമിച്ച് പോയിരുന്ന് കഴിയുമ്പോൾ അവർക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു സിറ്റിംഗ് കൊണ്ട് പറ്റത്തില്ലായിരിക്കും. 2, 3, 4 പ്രാവശ്യം ഒരു കൗൺസിലിംഗ് നടത്തി, പിന്നെ ഒരു നല്ല ധ്യാനം കൂടി, രണ്ടുപേരും നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി അവളെ വിശുദ്ധിയോടെ അവന് സ്വീകരിക്കാൻ പറ്റും. നമുക്ക് അടുത്ത കത്തിലേക്ക് പോയാലോ? എൻ്റെ പേര് ആനി, ഞാനൊരു BDS സ്റ്റുഡൻ്റാണ്. എനിക്ക് ഫാദറില്ല, അമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രശ്നം ഭയമാണ്, പരീക്ഷയെ പേടി, ആണുങ്ങളെ പേടി, വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും പേടിയാണ്.
ഒന്നും പഠിക്കാൻ കഴിയുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? നല്ലൊരു ഉപദേശം പ്രതീക്ഷ. ആനിയുടെ കത്തിൽ ആനിക്ക് ഫാദറില്ല, നേരത്തെ മരിച്ചു പോയത്, ആങ്ങളമാരുള്ളതായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ആനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഹസ്ബൻഡ് നഷ്ടപ്പെട്ട വിധവയായ ഒരു സ്ത്രീ വളർത്തിയ മകളാണ്. അതെ അതെ. അവിടെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നായിരിക്കും അവർക്ക്. കാരണം പെൺകുട്ടി പഴിച്ചു പോകാതിരിക്കാനോ അല്ലെങ്കിൽ നല്ല കൊച്ചായിട്ട് വളരാനോ വേണ്ടി ആൺകുട്ടികളോട് അധികം മിങ്കിൾ ചെയ്യാതെയും ചിലപ്പം പിന്നെ ഗേൾസ് സ്കൂളിലൊക്കെ പഠിപ്പിച്ച് ഗേൾസ് കോളേജിലൊക്കെ പഠിപ്പിച്ച് BDS വരെ പഠിച്ച് അവള് ജോലി നേടി. ഇതിനകത്ത് 2 കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ആനിക്ക് ആണുങ്ങളെ ഭയമാണ്. അപ്പൊ അപ്പനും ആങ്ങളമാരും ഒന്നും ഇല്ലാതിരിക്കണം വീട്ടിൽ. അപ്പൊ അവർ 2 പെണ്ണുങ്ങൾ മാത്രം ജീവിച്ചതാണെങ്കിൽ ആണുങ്ങളോട് മിങ്കിൾ ചെയ്യാൻ ഒരു സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അതുപോലെ സംഘടനകളിലൊന്നും പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല. ഈ നമ്മുടെ പിള്ളേരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അവരുടെ മറ്റു മനുഷ്യരോട്, ഓപ്പോസിറ്റ് സെക്സിനോട് നന്നായിട്ട് പെരുമാറാൻ പഠിക്കുന്നത് സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയോ അല്ലെങ്കിൽ കോളേജിലെ ക്യാമ്പസിലെ പല പ്രവർത്തനങ്ങളിലൂടെയൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ആ കുട്ടി BDS വരെ പഠിച്ചിട്ടും അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു പക്ഷെ അവൾ ഇൻട്രോവേർട്ട് ആയിരുന്നായിരിക്കും, ഉൾവലിയുന്ന സ്വഭാവം ഉണ്ടായിരിക്കുക. ഷാനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിന്നെ ആണുങ്ങളെന്ന് പറയുന്നത് അത്ര പേടിക്കേണ്ട ആൾക്കാരൊന്നും അല്ല. അവർ ഭയങ്കര ലവിങ് ആണ്, നല്ല മനുഷ്യരാണ്, അത് സ്ത്രീകളെ സ്നേഹിക്കുന്നവരാണ്, സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ്. വളരെ കുറച്ച് ആണുങ്ങൾ മോശമാണെന്ന് പറയുന്നത് കൊണ്ട് മൊത്തം ആണുങ്ങളെ ഒരു മോശമായിട്ട് കാണേണ്ട കാര്യമില്ല. ആണുങ്ങൾ പൊതുവെ നല്ലവരാണ്. മാം പറഞ്ഞതുപോലെ ആണുങ്ങളെല്ലാം അത്ര നല്ലവരാണോ? എല്ലാവരെയും അതോ പേടിക്കേണ്ട കാര്യമുണ്ടോ? എന്താണ് മിസ്റ്റർ നവീൻ്റെ അഭിപ്രായം? ഞാൻ പറഞ്ഞ പോലെ തന്നെ ആണുങ്ങളെല്ലാം പൊതുവേ നല്ലവരാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എക്സെപ്ഷണൽ കേസുകൾ എല്ലായിടത്തും ഉണ്ടെന്നപോലെ, എല്ലാ കേസുകളിലും ഉള്ളതുപോലെ ഇതിനകത്തും ഉണ്ടാവും. എനിക്ക് പെട്ടെന്ന് വന്ന ഒരു ഫീല്, നമ്മൾ ബൈബിളിലൂടെ കാണുന്ന, എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തന്നിരുന്ന ഒരു അപ്പൻ്റെ ഒരു എക്സ്പീരിയൻസാണ്, ദൈവപിതാവിൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. അതൊരു അപ്പൻ്റെ കെയർ, ആ ഒരു സ്നേഹം അനുഭവിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് പല ഭയം നമ്മൾ വിട്ടുപോകും. എപ്പോഴും അതുപോലെ തന്നെ ഈശോ ആണെങ്കിലും പറഞ്ഞിരിക്കുന്ന യുഗാന്ത്യം വരെ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ ആ വചനം, അങ്ങനത്തെ വചനങ്ങൾ ധാരാളം പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസുകൾ ധാരാളം നമ്മളെ കോൺഫിഡൻസ് നൽകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ പറയാൻ പാടില്ലെങ്കിൽ പോലും ജീസസ് ആൻഡ് ഫാദർ ഗോഡ് എന്ന് പറയുന്നത് രണ്ടും ഒരു പുരുഷ അങ്ങനെ ഒരു ഫീലിലാണ് ബൈബിൾ പോലും നമ്മളെ അവതരിപ്പിക്കുന്നത്. അപ്പം എനിക്ക് കുട്ടിയോട് ആദ്യം പറയാൻ തോന്നുന്നത്, അങ്ങനെ ഒരു കെയർ ദൈവപിതാവ് നൽകാനും ഈശോ നൽകാനും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ, ഒരു അപ്പൻ എന്നുള്ള നിലയിൽ, ഒരു കൂടെ നിൽക്കുന്ന അങ്ങനെ ഒരു കോൺഫിഡൻസ് നമുക്ക് ലഭിച്ചു തുടങ്ങി കഴിയുമ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ച് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് മാറിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നാച്ചുറലായിട്ടും കാര്യങ്ങളെ കുറച്ചുകൂടെ പ്രത്യാശയോടെ നോക്കാനും കാണാനും സാധിക്കുമെന്ന് തോന്നുന്നു. ഇതുപോലെ തന്നെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ എൻ്റെ ഫാമിലി തന്നെയുള്ള ഒരു പെൺകുട്ടി കല്യാണത്തിൻ്റെ സമയം പോലെ ഡിഗ്രിയെ കഴിഞ്ഞ സമയത്ത് പേടികൾ കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ അന്നേരം ഓർക്കുമായിരുന്നു. എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള 1-2 ബുക്ക് ഉണ്ടായിരുന്നു. നോർമാൻ വിൻസെൻ്റ് പീലിൻ്റെ വിജയകരമായ ജീവിതത്തിൽ എന്ന് പറഞ്ഞൊരു ബുക്ക്, ഷലോമിലെ ബെന്നി മുന്നത്ര ബ്രദർ എഴുതിയ ജീവിത വിജയത്തിന്, അങ്ങനത്തെ 2-3 ബുക്കുകളൊക്കെ നമുക്ക് ശരിക്കും കോൺഫിഡൻസ് നൽകുന്നതായിരുന്നു. കുറച്ചുകൂടെയും അതിലെല്ലാം ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം പറയുന്നത്. നമുക്ക് കുറച്ചുകൂടെയും ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് വരുമ്പോഴും ഈ പേടിയുടെ പല മേഖലകളും വിട്ടുമാറിപ്പോകുന്ന ധാരാളം യുവജനങ്ങളെ കണ്ടിട്ട് ഒത്തിരി സന്തോഷം തോന്നിയിട്ടുള്ള അനുഭവങ്ങളും എനിക്കുണ്ട്. പിന്നെ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് അപ്പൻ്റെ ഒരു സെക്യൂരിറ്റി, അത് അപ്പൻ എങ്ങനെയാണോ അതായിരിക്കും ഭർത്താവിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു അപ്പനാണെങ്കിൽ എൻ്റെ ഭർത്താവും അങ്ങനെ ആയിരിക്കണം എന്നൊരു കാഴ്ചപ്പാട് പെൺകുട്ടികൾക്കുണ്ട് സാധാരണ. ഇതിനകത്ത് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട് അവളെക്കുറിച്ച്. ആ സ്ത്രീക്ക് ഒത്തിരി വേദനയുണ്ട്. അവരൊരു വിധവയായ സ്ത്രീയാണ്. മകളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് BDS വരെ പഠിപ്പിച്ച ആ സ്ത്രീക്ക് അവളെ സുരക്ഷിതമായ ഒരു കരങ്ങളിൽ ഏൽപ്പിക്കണം. അത് അവൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അവൾക്ക് എന്നും അമ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അമ്മയ്ക്ക് പ്രായമാകും, അവൾക്കും പ്രായമാകും. അപ്പോൾ ഇവർ രണ്ടുപേരും ഓർക്കേണ്ട ഒരു കാര്യം, അവർക്ക് അമ്മയ്ക്ക് സന്തോഷം കൊടുക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കാം. കല്യാണം കഴിക്കും, ഗ്രാൻഡ് ചൈൽഡ്, അതിൽ കൊച്ചുമക്കളുണ്ടാവും. അപ്പോൾ അത് അമ്മയ്ക്ക് എപ്പോഴും ഒരു സന്തോഷകരമായ അനുഭവത്തിലേക്ക്, അവൾക്ക് ഇത്രയും നാൾ അമ്മ വളർത്തി ഇത്രയും വലുതാക്കി കൊണ്ടുവന്നപ്പോൾ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സന്തോഷം കൊടുക്കണം. അപ്പോൾ അവൾ അമ്മയെക്കുറിച്ച് ഓർക്കണം. പിന്നെ ഈ അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഇവൾ ഇനി ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കും? ഇവൾക്ക് പ്രായമാകും. അപ്പം ഇവള് BDS വരെ പഠിച്ച കുട്ടിയാണ്, സ്വന്തം കാലിൽ നിൽക്കാം. അതുകൊണ്ട് അവൾക്ക് എവിടെയാ സന്തോഷം കിട്ടുന്നത്? ഈ മനുഷ്യന് സന്തോഷം എന്ന് പറയുന്നതിന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വേണമല്ലോ. അപ്പം നമുക്ക് നമ്മുടെ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടേണ്ടത് ഫാമിലിയിലാണ്. അവളെ സംബന്ധിച്ചിടത്തോളം ആ ഫാമിലി ലൈഫിൽ അപ്പൻ, അമ്മ, മക്കൾ, അത് അധികം അവൾ അനുഭവിച്ചിട്ടില്ല. അതിൻ്റെതായ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ആ കുട്ടിയോട് ഞാൻ പറയുന്നത് പേടിക്കണ്ട, യാതൊരു കാരണവശാലും അവൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല.
അവൾ പ്രാർത്ഥിക്കുക, നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടും. അത് ദൈവം തരുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ ജീവിത പങ്കാളി. ആ സമ്മാനം വാങ്ങിക്കാൻ അവളൊന്ന് ഒരുങ്ങണം. അവൾക്ക് എല്ലാത്തിനെയും പേടിയാണ്, പരീക്ഷയും പേടിയാണ്. അല്ലേ, വിവാഹ ജീവിതത്തോടുള്ള ഭയം പലപ്പോഴും പ്രശ്നങ്ങളായിട്ട് തീരില്ലേ? വിവാഹ രാത്രിയിൽ തന്നെ ഇറങ്ങി ഓടിയ പെൺകുട്ടികളെയും ഒക്കെ കൗൺസിലിംഗ് കേസ് സാധാരണ നമ്മൾ കാണാറുണ്ട്. അതെ, അപ്പം സാധാരണ ഇതിൽ വിവാഹ ജീവിതത്തോട് അത്തരം ഭയം വരുന്നതിന് ഒത്തിരി കാരണങ്ങൾ കാണും. ഒന്ന്, അവരെ ആരെങ്കിലും മിസ്യൂസ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ സെക്ഷലി എന്തെങ്കിലും അബ്യൂസ് ചെയ്യുകയോ ചെയ്ത സാഹചര്യങ്ങളിൽ ആണുങ്ങളെ ഭയപ്പെടാം. രണ്ടാമത്, പ്രീമാരിറ്റൽ സെക്സ് ആസ്വദിച്ചിട്ടുള്ളവരിൽ പ്രശ്നം വരാം. പിന്നെ മൂന്നാമത്, ഞാൻ കാണുന്ന ലവ് ഫെയർ ഫെയിലിയർ ആയവരിൽ വരാം. ആണുങ്ങളെ വെറുതെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ആണുങ്ങളെ വെറുതെ ഭയപ്പെടുന്നതല്ല. ഈ വളർന്നു വരുമ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ വരുന്ന ചില അപാകതകൾ കൊണ്ടാണ് ഈ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഭയം വരുന്നത്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഭയം മാറ്റിയെടുക്കണം. മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം, അവൾ ഇത്രയും പഠിച്ച കുട്ടിയാണ്. എന്തിനാണ് അവൾ പഠിച്ചത്? എഡ്യൂക്കേഷൻ കൊണ്ട് അവൾ എന്താ നേടിയത്? BDS ആണ്. പല്ല് പറിക്കുന്ന പെണ്ണുങ്ങളുടെ മാത്രം പറിക്കാൻ പറ്റിയല്ലോ, ആണുങ്ങളുടെ പല്ലും പറിക്കണ്ടേ? ആണുങ്ങളെ കാണാതെ ആണുങ്ങളില്ലാത്ത രാജ്യത്തോ ആണുങ്ങളില്ലാത്തടത്തും ജീവിക്കാൻ പറ്റില്ല. മാഡം, ഈ കത്തിലെ പെൺകുട്ടിയെ എന്ത് നിർദ്ദേശമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്? ആ കുട്ടിയുടെ ഭയത്തെ അതിജീവിക്കാൻ എന്ത് നിർദ്ദേശമാണ്? ഒന്നാമത് ആ കുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൽ ആശ്രയിക്കുക. കാരണം നമ്മുടെ ബൈബിളിൽ 366 സ്ഥലത്ത് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഭയപ്പെടേണ്ട. ഈ ഭയപ്പെടേണ്ട എന്ന് തമ്പുരാൻ നമുക്ക് തരുന്ന 366 പ്രാവശ്യം, 365 ദിവസം പറയാനല്ല, 366 ദിവസം നമുക്ക് ചിന്തിക്കാനുള്ളത് ബൈബിളിലുണ്ട്. ആദ്യം വചനം പഠിക്കുക, വചനത്തിൽ വിശ്വസിക്കുക. 2, കുടുംബജീവിതം സ്വപ്നം കാണാൻ പഠിക്കുക. അവൾ പഠിച്ച കുട്ടിയാണ്. ഒരു നല്ല ആഗ്രഹം അവൾക്കുണ്ടാകണം, നല്ലൊരു ജീവിതം ഞങ്ങൾക്കുണ്ടാകണം. എൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചത്, അമ്മയുടെ വേദനകൾ, അതല്ല, അമ്മയ്ക്ക് കുറച്ച് സന്തോഷം കൊടുക്കണം. അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. അപ്പം അതുകൊണ്ട് ജോലി കൊണ്ട് മാത്രമാവില്ല, എൻ്റെ ജീവിതമാണ് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സമ്മാനം. അത് അവൾ ആഗ്രഹിക്കുക, സ്വപ്നം കാണുക. നല്ലൊരു കുടുംബജീവിതം അവൾ സ്വപ്നം കാണണം. അതിനായിട്ട് അവൾ പ്രാർത്ഥിച്ചൊരുങ്ങണം. അതാണ് ഒന്നാമത്തെ. പിന്നെ 2, അവൾക്ക് പരീക്ഷയെ പേടിയാണ്, എല്ലാത്തിനും പേടിയാണ്. അവൾ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. ഇത് വരുന്ന നമ്മുടെ ശരീരത്തിലെ ചില രാസവസ്തുക്കളുടെ പ്രവർത്തന വ്യത്യാസം കൊണ്ടൊക്കെയാണ്. അപ്പോൾ അതിന് മാനസികമായിട്ട് അവൾ നല്ല കാര്യങ്ങൾ, പോസിറ്റീവ് തിങ്കിങ്, എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണാൻ പഠിക്കുക. എല്ലാത്തിലും നന്മ കാണാൻ പഠിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. അവളുടെ ആ ഒരു കെമിക്കൽ ചേഞ്ചസ് അവളെ ഒന്ന് ഇത്തരം പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് അതൊന്ന് അയക്കാനായിട്ട് അവൾ ഒരു ദിവസം ഒരു 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചാൽ അവളുടെ പിരിമുറുക്കങ്ങൾ അയഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം, നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യരുത്. ജീവിതത്തിലെ പ്രശ്നങ്ങളെ കൂട്ടിവെച്ച് അതിൻ്റെ മണ്ടേ കയറാതെ ദൈവം തന്ന അനുഗ്രഹങ്ങളെ കൂട്ടിവെച്ച് അതിൻ്റെ മണ്ടേ കയറിയിരുന്ന് ജീവിക്കാൻ ശ്രമിക്കട്ടെ. അവൾക്ക് അവൾക്ക് നന്നായി ജീവിക്കാൻ പറ്റും. പ്രത്യാശയോടെ ജീവിതത്തെ നോക്കാനായിട്ടുള്ളൊരു പരിശ്രമം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ കോൺഫിഡൻസ് നിറയുന്നുള്ളതായിരുന്നു വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതും. മാഡത്തിൻ്റെ അത്രയും ധാരാളം ജീവിതങ്ങൾ കണ്ട മേം പറഞ്ഞു അത് തന്നെയായിട്ട് അത് ഞാനിപ്പോൾ ഓർക്കുമായിരുന്നു. ഒരു കാലത്ത് ഈ ഇതുപോലെ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ട് നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു ഞാനും. പ്രത്യാശയോടെ ദൈവത്തിലേക്ക് നോക്കാനുള്ള ഒരു ഗ്രേസ്, ഒരു ധ്യാനത്തിലൂടെയൊക്കെ ദൈവത്തെ കണ്ടുമുട്ടുകയും അങ്ങനെ ഒരു ജീവിതം ആരംഭിക്കുകയും ചെയ്തു കഴിയുമ്പോഴത്തേക്കും പതുക്കെ ആ കോൺഫിഡൻസ് നമ്മൾ ബിൽഡ് ചെയ്യും. കാരണം ദൈവത്തിൻ്റെ കരം പിടിച്ചുള്ളൊരു യാത്രയാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത് എന്നുള്ളത് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണല്ലോ. അപ്പോൾ ആ കർത്താവിൻ്റെ കരം പിടിച്ചുള്ളൊരു ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ഈ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കോൺഫിഡൻസ് തിരിച്ചു കിട്ടും. ദൈവത്തിൻ്റെ കൂടെയുള്ള ജീവിതം, കരം പിടിച്ചുള്ളൊരു ജീവിതം നമ്മളെ എല്ലാ പേടിയിൽ നിന്നും ഭയത്തിൽ നിന്നും മുക്തമാക്കുന്ന ഒരു ജീവിതം നമുക്ക് ലഭിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. ഇങ്ങനത്തെ ധാരാളം ജീവിതങ്ങളും കാണുന്നുണ്ട്. കർത്താവിലേക്കൊന്ന് ആശ്രയിച്ച് കഴിയുമ്പോൾ ധാരാളം യുവജനങ്ങൾ പേടിയിൽ നിന്ന് വിട്ടുമാറുന്നു. മുഴുവൻ പേടികളും വിട്ടുമാറി ഇല്ലെങ്കിൽ പോലും ആ പേടി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വീണ്ടും ദൈവാശ്രയം കൂടുതൽ വർദ്ധിക്കുന്നതും പതുക്കെ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതും തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ള ധാരാളം ഭയമുള്ള യുവജനങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യാശയോടുകൂടി ദൈവത്തെ നോക്കിക്കാണുക. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അവിടുന്ന് തന്നെ നമുക്ക് നിർദ്ദേശിച്ചു തരും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോൺ TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണും വരേക്കും നന്ദി.